ശോകമുഖം കൊളംബിയ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ, കൃത്യമായി പറഞ്ഞാൽ ജനുവരി 27, 2025 മുമ്പ് വരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ആൻറ്റി-സെമറ്റിക് സ്ലോഗനേറിങ്സ്, ജൂത വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ, ഹമാസ് അനുകൂല സ്ലോഗൻസ് സ്ഥിരമായി ഉയർത്തിക്കൊണ്ടിരുന്ന പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് അമേരിക്കൻ സർവകലാശാലകൾ, പ്രത്യേകിച്ച് വിഖ്യാതമായ കൊളംബിയ യൂണിവേഴ്സിറ്റി. പശ്ചിമേഷ്യയിലെ യുദ്ധമാണ് ഇതിനെല്ലാം കാരണം, പ്രത്യേകിച്ച് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള അതിഘോര യുദ്ധം. പക്ഷേ ഇപ്പോൾ കലാപാന്തരീക്ഷങ്ങൾ അവിടെ എങ്ങുമില്ല. അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ ശാന്തമാണ്, കൊളംബിയ യൂണിവേഴ്സിറ്റിയും അതുപോലെ ശാന്തമാണ്. എന്താണ് കാരണം? പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിച്ചു. ഇസ്രായേലും ഹമാസുമായുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ ബോംബിംഗ് ആണ് ഇപ്പോഴും ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ മാത്രമല്ല, ലെബനൻ, സിറിയ പോലുള്ള സ്ഥലങ്ങളിലേക്കും അതിശക്തമായ ബോംബിംഗ് ആണ് ഇപ്പോൾ നടത്തുന്നത്. ഇതിനൊക്കെ പുറമെ അമേരിക്കയും ഡയറക്റ്റായി യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സൗദി അറേബ്യയിലുള്ള അമേരിക്കയുടെ എയർബേസുകളിൽ നിന്നും അതുപോലെ എയർക്രാഫ്റ്റ് കാരിയേഴ്സിൽ നിന്നും അതിശക്തമായ ബോംബിംഗ് ആണ് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് അമേരിക്ക യമനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൂതി കേന്ദ്രങ്ങൾ കേന്ദ്രമാക്കി അതിശക്തമായ ആക്രമണങ്ങളാണ് അവിടെ നടക്കുന്നത്. അവിടെ യമന്റെ തലസ്ഥാനമായ സാനിയയിൽ അതിശക്തമായ ബോംബിംഗ് ആണ് നടക്കുന്നത്. ഹൂതികളുടെ എല്ലാ കേന്ദ്രങ്ങളും അമേരിക്ക തച്ചു തകർക്കുകയാണ്. എന്താണ് ഒരു മാറ്റം ഉണ്ടായത്? ഇത്രയെല്ലാം അതിശക്തമായ യുദ്ധം ഇപ്പോഴും പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയിൽ കലാപം ഉണ്ടാവാതിരിക്കുന്നത്? കലാപങ്ങളില്ല, പ്രക്ഷോഭങ്ങളില്ല, ജൂത വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അക്രമമില്ല, സ്ലോഗനേറിങ്സ് ഇല്ല, ഒന്നുമില്ല. എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങളില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രക്ഷോഭം പോലും അവിടെ നടക്കാത്തത്? അതിന് കാരണം ഒന്നേ ഉള്ളൂ. അതിശക്തനായ അധികായനായ ആണൊരുത്തൻ അവിടെ തലവനായി വന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹിസ് ഹൈനസ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് വന്നത് മുതൽ അവിടെ ഈ പ്രശ്നങ്ങൾക്കുള്ള, ഈ തീവ്രവാദ അനുകൂലമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾക്ക് നേരെ അതിശക്തമായ ട്രീറ്റ്മെൻറ്റാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ കാരണം ഒരു രാജ്യം, ആ രാജ്യം തീവ്രവാദ സംഘടന എന്ന് പറയുന്ന ഒരു സംഘടനയെ, ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയെ US തീവ്രവാദ സംഘടനയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പല രാജ്യങ്ങളും പല പോലെയാണ് ഇത് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, അത് ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ അനുകൂലമായിട്ട് ജാഥകൾ നടത്തുന്നതൊന്നും തെറ്റല്ല. അതിൻ്റെ കാരണം ഇന്ത്യയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA ഒരിക്കലും നിരോധിതമല്ല, അതൊരു തീവ്രവാദ സംഘടനയല്ല. പക്ഷെ പാകിസ്ഥാനിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല, കാരണം BLA അവിടെ ഒരു വിഘടനവാദ സംഘടനയാണ്. അതുപോലെ ഓരോ രാജ്യങ്ങളിലും അവരവർ നിശ്ചയിച്ചിട്ടുള്ള തീവ്രവാദ വിഘടനവാദ സംഘടനകളുണ്ടാവും. ഹമാസ് എന്ന് പറയുന്നത് USA-യിൽ, അതായത് അമേരിക്കയിൽ നിരോധിച്ചിട്ടുള്ള തീവ്രവാദ സംഘടനയാണ്. അപ്പോൾ ഹമാസിനും അതുപോലെയുള്ള വിഘടനവാദ സംഘടനകൾക്കും അനുകൂലമായി ജാഥകൾ നടത്തുക, അതിനുവേണ്ടി യൂണിവേഴ്സിറ്റികളെ ഉപയോഗിക്കുക, വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുക, അക്രമങ്ങൾ അഴിച്ചു വിടുക, ആൻറ്റിസെമറ്റിക് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കുക, ജൂത കുട്ടികളെ ഉപദ്രവിക്കുക, ആക്രമിക്കുക, പരിഹസിക്കുക, ഇതൊന്നും അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിന് അത് വച്ചുറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സോ ഇതിനു മുമ്പ് ജോ ബൈഡൻ ആയിരുന്ന സമയത്ത് ഇതെല്ലാം നല്ല രീതിയിൽ നടന്നിരുന്നു. അദ്ദേഹം ഒരു വീക്കായിട്ടുള്ള പ്രസിഡന്റ് ആയതുകൊണ്ട് കാര്യമായ നടപടികളൊന്നും എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരാണ് ഡിപ്പോർട്ടേഷൻ. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞതനുസരിച്ച് 300 സ്റ്റുഡൻറ് വിസകൾ ഇതുവരെ റിവോക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രധാനികളുടെ പേര്, ഒന്ന് മെഹ്മൂദ് ഖാലിൽ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തി ഇപ്പോൾ ജയിലിലാണ്. കോടതിയിൽ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്ത് വരുന്നു നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അടുത്തത് ലീഗ കോർഡിയ, വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള ഒരു ആളാണ്. ആ സ്ത്രീയെ ഇപ്പോൾ തന്നെ ഡിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി അമേരിക്കയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് നാട് കടത്തി. അടുത്തത് ഇന്ത്യക്കാരിയായിട്ടുള്ള രഞ്ജനി ശ്രീനിവാസൻ, അറസ്റ്റ് ചെയ്യുമെന്ന് സൂചന ഉണ്ടായിരുന്നു, വിസ റിവോക്ക് ചെയ്തു. ഇതുപോലെ ധാരാളം വർക്ക് വിസകളും അമേരിക്ക ഇതിനോടകം റിവോക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ, ഇക്വഡോർ, കൊളംബിയ, വെനസ്വേല പോലുള്ള രാജ്യങ്ങളിലേക്ക് ഡിപ്പോർട്ടേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല പല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും പല വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിലേക്ക് ഇപ്പോഴും ഡിപ്പോർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ ഒരു മരുന്നാണ്, കാരണം അല്ലെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പില്ല. അതാണ് ട്രംപിൻ്റെ വാദം. US അറ്റോർണി ജനറൽ ആയിട്ടുള്ള പമേല ബോണ്ടി ഇതിനു മുമ്പ് തന്നെ
അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾക്ക് ഒരു വാർണിംഗ് കൊടുത്തിരുന്നു. ആ വാർണിംഗ് എന്ന് വെച്ചാൽ ഒക്ടോബർ 7 ശേഷം ധാരാളം ജൂത കുട്ടികൾ, ജ്യൂസ് സ്റ്റുഡൻസ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ആക്ഷേപിക്കപ്പെടുന്നുണ്ട്, ആക്രമിക്കപ്പെടുന്നുണ്ട്, ഹരാസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടികൾ ഇത്തരം യൂണിവേഴ്സിറ്റികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഞങ്ങൾക്കിതിൽ ഇടപെടേണ്ടി വരും, നിങ്ങൾ നിയമ നടപടി ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ഇതിനോടകം പമേല ബോണ്ടി വാൺ ചെയ്തതാണ്. പക്ഷെ പല സർവകലാശാലകളും ഇതിനെ ഉൾക്കൊള്ളാനോ അതോ ഇതിനെ മൈൻഡ് ചെയ്യാനോ പോയില്ല. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചെന്താ വെച്ചാൽ പല യൂണിവേഴ്സിറ്റികളുടെയും ഗ്രാൻസും അതുപോലെ സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്ന സപ്പോർട്ടും അത് ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലാതെയും ഉള്ളതെല്ലാം ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് അനുവദിച്ചിരുന്ന $400 മില്യൺ ഗ്രാൻസ് ആണ് ജൂത സ്റ്റുഡൻസിനെതിരെ നടന്ന ഹാരാസ്മെന്റ്സിൽ അവർ ആക്ഷനൊന്നും എടുത്തില്ല, അവരതിന് കാര്യമായി എടുത്തില്ല എന്നുള്ള റീസൺ പറഞ്ഞ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. $400 മില്യൺ ഗ്രാൻസും സഹായങ്ങളും. ഇതുപോലെ ശക്തമായ ആക്ഷൻസ് ഒരു ഭരണാധികാരിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു രാജ്യം എടുത്തില്ല എങ്കിൽ ആന്റി നാഷണൽ എലമെന്റ്സ് അതിശക്തമായി ഓരോ രാജ്യത്ത് വർദ്ധിക്കുകയും അത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അവസാനമായി പറയാനുള്ളത്, നല്ല രീതിയിലെല്ലാം സർവകലാശാലകൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കൊളംബിയ സർവകലാശാല നല്ല രീതിയിൽ തന്നെ ഒരു കലാപങ്ങളും ഇല്ലാതെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആ സർവകലാശാലയിൽ ഉണ്ടെങ്കിൽ അത് തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 സമുദ്രങ്ങളെയും ഉമ്മ വച്ച് ആമസോണിൻ്റെ തണലിൽ അത് സുന്ദരമായി കിടക്കുന്ന സ്ഥിതി ചെയ്യുന്ന കൊളംബിയ പോലെ മനോഹരമായിരിക്കും എന്നാണ് എനിക്ക് അവസാനമായിട്ട് ഇതിൽ പറയാനുള്ളത്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിദ്യാർത്ഥികൾ മാത്രമല്ല പല ആവശ്യങ്ങൾക്കായി US പോകുന്ന, അമേരിക്കയിലേക്ക് കുടിയേറുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയിലേക്ക് മാത്രമല്ല, നിങ്ങൾ എവിടേക്ക് കുടിയേറിയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നേ ഉള്ളൂ: വിസ ഈസ് നോട്ട് യുവർ റൈറ്റ്, ഇറ്റ്സ് യുവർ പ്രിവിലേജ്. നിങ്ങൾക്ക് കിട്ടുന്ന പ്രിവിലേജ് മാത്രമാണ് വിസ. അത് നിങ്ങളുടെ അവകാശമാണെന്ന് കരുതി അവിടുത്തെ സിറ്റിസൻസിനുള്ള എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്ക് ലഭിക്കും എന്ന ചിന്തഗതി നിങ്ങൾക്ക് പാടില്ല. ഇറ്റ്സ് ഓൺലി യുവർ പ്രിവിലേജ്. It is only your privilege. Thank you.